ഹായ് ഗൈസ്. Hi guys. നമ്മൾ So, ആക്ച്വലി welcome back to our YouTube channel. യെസ് Okay. ഞങ്ങൾ ആക്ച്വലി 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്ന് 2-3 ദിവസമായി വീഡിയോ എടുത്തിട്ട് ഇന്ന് ആക്ച്വലി ഞങ്ങളിപ്പോൾ ടൈം കണ്ടുപിടിച്ചത് ഞങ്ങൾ ഈയാൻകുട്ടന് വയ്യായിരുന്നു. ഇപ്പോഴും പനിയായിരുന്നു. ഇപ്പോഴും പനിയുണ്ട് ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ രണ്ടാമത്തവൻ ഏകദേശം പനിയുടെ മട്ടിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തോ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ബിസി ആയിപ്പോയി. വിഷയം വീഡിയോ എടുക്കാനേ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഇന്ന് എന്താണ്? ഞങ്ങളെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്ത് അതെ, പറയണമെന്ന് ഞങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന്റെ മോർ ഡീറ്റെയിൽസ് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ അത് പറയുന്നില്ല. അത് പറയുന്നില്ല. അപ്പൊ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് ഇന്ന് ആക്ച്വലി ഞങ്ങളുടെ ഫാമിലീസ് അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ പോകുന്നില്ല, പക്ഷെ എന്നാലും പക്ഷെ സ്റ്റിൽ ഒരു അതെ, ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. വെച്ചാൽ ഞങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങള് കല്യാണം കഴിച്ച് നമ്മൾ ഹാപ്പി ആയി. പക്ഷെ അത് കാരണം ഒരു സൈഡിലെ ഹാപ്പിനെസ് ആയിരുന്നെങ്കിൽ മറ്റൊരു സൈഡ് കൂടുതലും ഫാമിലിയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഇപ്പം വെച്ചാൽ ആദ്യയുടെ വീട്ടിൽ വലിയ പ്രശ്നമില്ല. വെച്ചാൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ അവരാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത്. വെച്ചാൽ അവര് വലിയ എന്താ ശാഠ്യം പിടിച്ചില്ല. കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ അമ്മയ്ക്കുള്ള പോയി. വലിയ കാര്യമായിരുന്നു, പണ്ടേ കാര്യമാണ്. സ്കൂളിൽ ഫ്രണ്ട്സ് ആയിരുന്നു, അറിയാവുന്നതുകൊണ്ട് അമ്മയ്ക്കുള്ള വലിയ കാര്യമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മയാണ് പറഞ്ഞ് സെറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അമ്മയും അങ്കിളുമാരും കൂടെ പറഞ്ഞ് സെറ്റ് ചെയ്തത്. അതെ, ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കിടയിൽ ആക്ച്വലി ആദ്യമൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെച്ചാൽ ഇവളെ കൺവിൻസിങ് ഹർ ടു മാരേജ് വാസ് ഡിഫിക്കൽട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അവളുടെ വീട്ടുകാർ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യും. അവർക്ക് അതിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. 4 വർഷം. 4 വർഷം ആയിട്ടും അവർക്കതൊന്നും മുക്തരാവാൻ പറ്റിയിട്ടില്ല. ബട്ട് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പൊതുവേ അങ്ങനെ വേറെ മതങ്ങളെ ഇതാക്കി പറയുന്നതല്ല, പൊതുവേ എനിക്ക് തോന്നുന്നു ഹിന്ദുസിൻ്റെ വീട്ടിൽ കലിപ്പ് ഇച്ചിരി കുറവായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഇത് നടത്തി തന്നിട്ടും വലിയ സീനൊന്നുമില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാര്യം നമ്മുടെ എന്താണ് മക്കളെ, എൻ്റെ ചേച്ചി ലവ് മാരേജ് ആയിരുന്നു, ഞാൻ ലവ് മാരേജാണ്. അപ്പോൾ മക്കളെ തോന്നിവാസത്തിന് വളർത്തുന്നതെന്ന് എല്ലാവരും എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ എം റിയലി ഹാപ്പി. കാര്യം വേറൊരാളായിരുന്നെങ്കിൽ ഇപ്പം എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് കുറേ ഈ പ്രശ്നങ്ങൾ, എൻ്റെ നേച്ചറിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇവക്കറിയാം, ഇവളത് ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വേറൊരാളായിരുന്നെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലും ഈ നമ്മൾ സ്വന്തം കണ്ടുപിടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആക്ച്വലി ഒരു കലിപ്പുമില്ല. സന്തോഷമായിട്ട് ജീവിച്ചില്ലെങ്കിൽ അവരെന്തായാലും പറയും, എന്താണ് നിങ്ങൾ വരുത്തി വെച്ചതാണ്, നിങ്ങൾ തന്നെ അനുഭവിച്ചു. അല്ല, ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇപ്പൊ പേരൻസ് കണ്ടുപിടിക്കുന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അത് നല്ലതായി തീരണമെന്നും ഇല്ല. അത് രണ്ട് രീതിയിലാണെങ്കിലും നിർബന്ധമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡെപ്തിൽ പറയുന്നില്ല, പക്ഷെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എനിക്കൊന്ന് ഏകദേശം ഒരു 4-4.5 മാസം അങ്ങനെ ഒന്നും മിണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഒരു പാമ്പേർഡ്, ഞാൻ നേരത്തെ വീഡിയോ പോലെ പാമ്പേർഡ് ചൈൽഡാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ കൊച്ചുമക്കളൊക്കെ കുറവാണ്. അപ്പം ഞങ്ങൾ മൊത്തം ഫുൾ ഫാമിലി എടുക്കണേ 3 പേരേ ഉള്ളൂ. അപ്പം അതിലും ഏറ്റവും മൂത്തതാണ് ഞാൻ. അപ്പം ആരും എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഞാനിങ്ങനെ ചെയ്യും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും, ഒരു കുഞ്ഞുമില്ല. എന്നെ അറിയാവുന്നവരാരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ചു പേര് ഇപ്പോഴും മിണ്ടിട്ടില്ല, കുറച്ചു പേര് പക്ഷെ അത് എനിക്ക് മിണ്ടിയിട്ടുണ്ട്. അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാര്യം ഇപ്പൊ 2 പേര്, ഞാനും ഇവളും കല്യാണം കഴിച്ച് 2 വെവ്വേറെ മതമാണ്. ഓക്കെ, അത് ഐ അക്സെപ്റ്റ്. നമ്മൾ രണ്ടുപേരും ഡിഫറെൻറ്റ് റിലീജിയനാണ്. പക്ഷെ അത് എന്തുകൊണ്ട് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോഴും കാര്യം ഞങ്ങൾക്ക് കുഞ്ഞായി, ഞങ്ങൾ ഒരുവിധം കുഴപ്പമില്ലാതെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഒരു ഇപ്പം ഇവളെ ഇഷ്ടപ്പെടുന്ന, ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടം അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അവർ മിക്കവരും അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. നമ്മുടെ രീതിക്ക് അത് നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അല്ല ജൂഡത്ത് ചെയ്തത് അല്ലെങ്കിൽ ആദിത്യ ചെയ്തത്, അതുകൊണ്ട് ഇനി അവരുടെ അടുത്ത് മിണ്ടേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ക്രൂവലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 2 പേര് ഈ പറഞ്ഞ കണക്ക് കല്യാണം കഴിക്കാനായിട്ടൊരു തീരുമാനം എടുത്തു. ശരിയാണ്, അപ്പനെ അമ്മേനെ വിഷമിപ്പിച്ചു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. നമ്മളത് വിഷമിപ്പിച്ചു, 2 വീട്ടുകാരെയും വിഷമിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവളുടെ അടുത്തൊക്കെ ആരോ പറയുമായിരുന്നു, നീ ഇതിനെ അനുഭവിക്കും, നീ ചെയ്തതിന് നിനക്ക് വന്നതിൽ
ലിറ്ററലി ഞങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടി കിട്ടുമായിരിക്കും. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. കാര്യം നമ്മളത് അത്ര ബോദർ ചെയ്യുന്ന പാരൻസ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, വേറെ രീതിയിലൊക്കെ ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്നും പറഞ്ഞ് മറ്റേ എന്താണ് ഈ പറയുന്ന കണക്ക് രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടും മിണ്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്രൂവൽ, റിയലി ക്രൂവലാണത്. പിന്നെ കാര്യമില്ല. ഞാനതിൽ ഇപ്പൊ ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, എന്നോട് മിണ്ടുന്നില്ലല്ലോ, എനിക്ക് ഭയങ്കര പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് എന്റെ പേരൻസും എന്റെ ബ്രദേഴ്സും ആയിരുന്നു. അപ്പം അതിൽ ഓരോരുത്തരായിട്ട് വെച്ചാൽ അവരെല്ലാരും മിണ്ടിയപ്പോ തന്നെ ഞാൻ അത്യാവശ്യം ശരിക്കും പറഞ്ഞ ഒന്ന് സെറ്റിലായി. അത് നല്ല ടൈം എടുത്തു അവർക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാനും. അവരിപ്പോഴും എന്നെ എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ഞാൻ ചെയ്തത് എന്നും ഒരു തെറ്റ് തന്നെയാണ്. അവരുടെ അടുത്താണെങ്കിൽ എനിക്കും സ്വന്തമായിട്ട് അറിയാം ഞാൻ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ വിശ്വാസപ്രകാരം അത് തെറ്റാണ്, അത് എന്നും ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെങ്കിൽ അവരത് എന്നോട് മിണ്ടിയപ്പോൾ തന്നെ ഞാൻ കുറേയൊക്കെ ഒന്ന് ആശ്വാസമായി. പക്ഷെ കുറച്ച് പേര് ഇപ്പോഴും മിണ്ടുന്നില്ല. പക്ഷെ എനിക്ക് അവരെയും തെറ്റ് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും അങ്ങോട്ട് എന്നോട് മിണ്ടോ എന്ന് ഞാൻ പറഞ്ഞ് ചോദിച്ചു പോകാത്തത് അതുകൊണ്ടാണ്. ചിലപ്പോൾ അവർക്ക് നല്ല ടൈം എടുക്കുമായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇഷ്ടം സക്സസ്ഫുൾ ആയി, അല്ല ഞങ്ങളുടെ മാരേജ് സക്സസ്ഫുൾ ആയി. പക്ഷെ ഒരു സെക്കൻഡ് ഞങ്ങളുടെ ഒരാൾ കരയുന്നു, ഞാനൊന്ന് പോയി ഹാൻഡിൽ ചെയ്തിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പിന്നെ ആ സമയത്ത് ഏറ്റവും സഹിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണ് ആ ഒരു സംഭവത്തിലെല്ലാം നമ്മൾ കടന്നു പോയത്. അപ്പൊ ആ സമയത്ത് കുറെ മെസ്സേജസ്, നീ നശിച്ചു, നീ അങ്ങനാണ് ഇങ്ങനാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര എനിക്കൊരു ട്രോമയായിരുന്നു. ഉറക്കത്തിൽ എണീറ്റ് വന്നതാ കേട്ടോ, അതിന്റെ ഒരു മോശമായിട്ട് കാണും കുറച്ചു നേരം. ഇല്ല ചോടാ, ഇല്ലടാ. ആ ഉറക്കത്തിൽ എണീറ്റ മമ്മ പൊന്ന, അല്ലാത്ത സമയത്ത് മാത്രമോ ദാദാ പൊന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി നമ്മളെ ഈ പറഞ്ഞ കണക്കാണ് ഞങ്ങളുടെ ഒരുപാട് നമുക്ക് ഈ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ റീസെൻ്റ്ലി നമ്മുടെ ഈ എല്ലാവരും പരിചയമുള്ള ലവ് മാരേജ് കഴിഞ്ഞവരെയൊക്കെ കാണുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള മാറ്റം, ലിറ്ററലി മാറ്റം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാനായിട്ട്, ഇച്ചിരി കൂടെ ഇപ്പം ചിലവ് ചുരുക്കി ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കണം, നമ്മുടെ ഫാമിലി കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പൈസ ഉണ്ടാവണം എന്നുള്ളത് ഉണ്ട്. പിന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ പേഴ്സി ഒരു 1000 രൂപ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേനെ മാത്രം നമ്പി പൊക്കോണ്ടിരുന്നതാണ്. ഈ ഒരു ചേഞ്ചാണ് എനിക്ക് ലിറ്ററലി മെയിൻലി വന്നിട്ടുള്ളത്. അതീ കവിഞ്ഞുള്ളൊരു ചേഞ്ച് എന്ന് പറയാനായിട്ട് എനിക്ക് നോട്ടീസബിൾ ആയിട്ടൊന്നുമില്ല. നമ്മൾ തമ്മിൽ ഉടക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ ചില ഉടക്കുകൾ കാണുമ്പോൾ ലിറ്ററലി ഭയങ്കര വിഷമമാവും. കാര്യം എന്ന് പറഞ്ഞാൽ പല 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 അഫെയറും നമ്മൾ കണ്ടപ്പോഴും അവർ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ലിറ്ററലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലേ ഞങ്ങളുടെ ചില ഫ്രണ്ട്സിൻ്റെ ഒക്കെ കല്യാണം കാണും. പക്ഷെ അത് അങ്ങനെ ഒന്നും അല്ല. പിന്നെ ചിലര് അങ്ങനെയൊന്നും അല്ല. അതൊരു സങ്കടമാണ്. അതൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്ക് ഞങ്ങളിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അവരും ഇതേപോലെ തന്നെ എൻജോയ് ചെയ്യണം, ചില്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഈ ബേസിക്കലി എനിക്കിപ്പോൾ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള മൈൻഡാണെന്ന് അറിയത്തില്ല. എനിക്ക് എന്തായാലും ഉള്ള മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ രക്ഷപ്പെടണം. അപ്പോഴേ നമുക്ക് നാളൊരു കാലത്ത് എന്തെങ്കിലും അളിയാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരാളെ വിളിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തുള്ളൂ. അതേപോലെയാണ് ഇപ്പം നമ്മളെ ഫാമിലി ലൈഫ് നല്ലതാണെങ്കിൽ വേറൊരു ഫാമിലി ലൈഫും അവരുടേതും നല്ലതാണെങ്കിൽ നമുക്ക് നാളെ ഇപ്പം ഞാനും ഉള്ളും തമ്മിൽ ചെറിയൊരു ഉടക്ക് വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവരെ വിളിച്ച് അളിയാ ഒരു ചെറിയ ഉടക്ക് വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉള്ളൊരു ഓപ്ഷൻ ഇല്ലാതായി വരുന്ന കണക്ക് ചില സിറ്റുവേഷനിൽ തോന്നാറുണ്ട്. കുറച്ചും കൂടെ ഫൺ പാർട്ട് ഈ പ്രേമിക്കുന്നവർക്കുള്ള ഉപദേശം എന്തോന്ന് പറഞ്ഞാൽ, ഇതെല്ലാവരും പറയുന്നതാണ്, മറ്റേ നമ്മൾ സിനിമയിൽ തൊട്ട് കേട്ട് തുടങ്ങിയൊരു സാധനമാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പ്രേമം മറന്നു പോകുന്നതല്ല, നമുക്ക് ആക്ച്വലി റെസ്പോൺസിബിലിറ്റീസ് വരും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പം മാരേജ് ലൈഫിൽ നമ്മൾ അഡ്ജസ്റ്റിംഗ് ആണ് അതിന്റെ സക്സസ് എന്ന് ഞാൻ പറയത്തില്ല. അഡ്ജസ്റ്റിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പം എൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഈ സംസാരിച്ചൊന്നും തീർക്കാറില്ല. പക്ഷെ ആദ്യമാണ് പറഞ്ഞേക്കുന്നത്, നമ്മളിപ്പോൾ ഒരു അടി ഉണ്ടായാൽ അന്ന് രാത്രി അത് തീർക്കാന്നുള്ള ഒരു അങ്ങനെ ഒരു വെച്ചത് തന്നെ ആദ്യമാണ്.
അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനും നല്ലതായിട്ട് വേണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പം ഇക്കാലത്ത് കുറവായിക്കൊണ്ട് വരികയാണ്. കാരണം രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ വെച്ചാൽ പ്രേമിച്ച് നടന്ന സമയത്ത് എങ്ങനെയായിരുന്നു അങ്ങനെ തുടർന്നും അങ്ങനെ പോകുക എന്നുള്ളത് രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒത്തുപോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ കുറെ. പിന്നെ ഏറ്റവും വലിയ മെയിൻ കാര്യം, നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് ഒരാളുടെ ഉപദേശം കേൾക്കാൻ നിൽക്കരുത്. അതൊരു ലിറ്ററലി ഒരു വൻ പോയിന്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രേമിച്ച് ജീവിക്കുമ്പോൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും നമുക്ക് ചുറ്റും ആക്ച്വലി ഒരുപാട് ആളുകളുണ്ട്, എപ്പോഴും കാണുകയും ചെയ്യും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മുടെ വലിയ വലിയ കാര്യങ്ങളിൽ വലുതായിട്ട് ആരെയും ഇടപെടാത്താതിരുന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി വേണം. ഇപ്പം ഞാൻ ആദ്യം അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റേതായ മാത്രം കാര്യം ഞാനിപ്പം എന്താണ് പറയാനായിട്ട് കുറേ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവരെ അഡ്ജസ്റ്റ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ ഞാൻ ഓടി ഓടി നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വസ്ഥത അങ്ങ് പോകും. എൻ്റെ സ്വസ്ഥത ലിറ്ററലി ഇതിൻ്റെ എല്ലാം ഇടയിൽ കിടന്ന് പോകും. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ എന്താണ്, ഞാൻ എൻ്റെ കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത്. അത് ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടല്ല, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ സന്തോഷം കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആ ദുഃഖങ്ങൾ എന്തൊക്കെയാണോ അതും കൂടെ നമ്മൾ വലിച്ചത്. ഇപ്പം ഈ ചിലർ പറയും നമ്മൾ 29 വയസ്സുള്ള ഞാൻ ഇപ്പോൾ ഒരു 60 വയസ്സുള്ളവരെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഈ 60 വയസ്സുള്ളവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് മുട്ടുവേദനയാണ്, എനിക്ക് കൈവേദനയാണ്, എനിക്ക് കാലുവേദനയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഇത് തന്നെ കേട്ടിട്ട് പിന്നെ നമ്മൾക്ക് ഒരു ചെറിയ കാലുവേദന വരുമ്പോൾ നമ്മൾ അടുത്തേലും പറയാം നമുക്ക് എനിക്കങ്ങ് മുട്ടുവേദനയൊക്കെ ആയി പ്രായമായി വരുന്നത്. ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് വരും. ബേസിക്കലി എപ്പോഴും രണ്ട് പേര് ചേരുന്നെങ്കിൽ ആ രണ്ട് പേരുടെ ഇടയിലുള്ള കാര്യങ്ങൾ രണ്ട് പേരുടെ ഇടയിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ചില ഇഷ്യൂ കേസിൽ ഇപ്പോൾ പ്രേമമാണ് ഇഷ്യൂ, ചിലതിനകത്താണെങ്കിൽ എന്തോ പറയാനായിട്ട് ഫാമിലി ആയിട്ടുള്ള സംസാരമായിരിക്കും, ചിലതിനകത്താണെങ്കിൽ ഇപ്പോൾ വെള്ളമടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ നമ്മൾ ചിന്തിക്കാതെ മറ്റേ വേറെ ആരെങ്കിലും ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. എനിക്കെപ്പോഴും അതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മൾ പറഞ്ഞു വന്നതെന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയി. പക്ഷെ എന്നാൽ ഇതാണ് ബേസിക് ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണേണ്ടവർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു അടി ഉണ്ടാകുന്നു, ഞാൻ അടി ഉണ്ടാകുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കാറുണ്ട്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്, അവളും പൊട്ടിത്തെറിക്കാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറല്ല, എന്നാലും ഇടയ്ക്ക് ചില സമയത്തൊക്കെ അവളും പൊട്ടിത്തെറിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും പൊട്ടിത്തെറിക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സൈലൻ്റ് ആവും. ചിലപ്പോൾ ഒരാൾ പറഞ്ഞ് തീരുന്നവരെ മറ്റേ ആൾ വെയിറ്റ് ചെയ്യും, അപ്പോൾ ഞങ്ങൾ സൈലൻ്റ് ആവും. ഇതൊക്കെ എന്താണെങ്കിലും ഇപ്പം ഞങ്ങളുടെ പണ്ടത്തെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഒരു ദിവസം നീണ്ടു പോകാറുണ്ടായിരുന്നു. അതേസമയം ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്ട്രെസ് ഫ്രീ ആയി കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും അങ്ങ് നോർമലാവും. അപ്പം അത് എല്ലാവരും ഒന്ന് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ട്രെസ് ഫ്രീ ആയി ഇപ്പം ആരുടെ ഭാഗത്താണ്, ഇപ്പോൾ അവളുടെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ തെറ്റ്, എൻ്റെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ തെറ്റ്. കോംപ്രമൈസ് ചെയ്യാൻ മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ ഇതൊന്നും നേരെ പോകത്തില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അതൊക്കെ ഒന്ന് അതിപ്പോ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാരേജിന് ശേഷം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ കുറേയൊക്കെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഒരിക്കലും ഒരാളെ മൊത്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ എത്ര വർഷം പ്രേമിച്ചെന്ന് പറഞ്ഞാലും എത്ര വർഷം മാരേജ് കഴിഞ്ഞതാണെന്ന് പറഞ്ഞാലും അങ്ങനെ പറ്റത്തില്ല. കാരണം ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അതിനെ എടുക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴും ഒരാൾ ഒരേപോലെ തന്നെ ബിഹേവ് ചെയ്യണം എന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇത്രയും നാളത്തെ ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ കടന്നുപോയൊരു സിറ്റുവേഷനാണ് ഇപ്പം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ എല്ലാവരും മനസ്സിലാക്കണം ഒരു ഫാക്ടറുണ്ട്, ഒരാളെ പോലെ ഈ ലോകത്ത് ഒരാളെ ചിന്തിക്കുകയുള്ളൂ. അതൊരു സത്യസന്ധമായ കാര്യമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല ഇവളെ ചിന്തിക്കുന്ന പോലെ അല്ല ഇവൻ ചിന്തിക്കുന്ന പോലെ അല്ല അടുത്ത ആൾ വരുന്നത് ചിന്തിക്കുന്ന. അതെപ്പോഴും നമ്മളിനി എത്ര ബൗണ്ട് ടുഗെദർ ആണ്, നമ്മൾ മറ്റേ എല്ലാ ചങ്കാണ് മത്തങ്ങയാണ് എന്നൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും ഡിഫറെൻറ്റ് ചിന്താഗതിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറെൻറ്റ് ചിന്താഗതി ഇരുന്നുകൊണ്ട് മറ്റവരുടെ ചിന്തേനെ മനസ്സിലാക്കുക. അങ്ങനെയല്ല പറയുന്നത്, നമുക്കത് വേറൊരു ആംഗിളിൽ ശരിക്കും വേണേ കാണാം. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ഇപ്പൊ ആദ്യം പറയുന്ന ഒരു കാര്യം, അത് ആദ്യം പറയുന്നത് തന്നെ ഞാൻ അങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ അത് പറ്റത്തില്ല. ചിലപ്പോ എന്റെ ചിന്താഗതി വേറെ ആയിരിക്കും, ഇവന്റെ ചിന്താഗതി വേറെ ആയിരിക്കാം.
അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് വേറെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യം മറ്റേ ആൾ ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം അതിലും ഭേദം അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആക്ച്വലി. പിന്നെ ഏറ്റവും വലിയ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരെ ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ അനുവദിക്കരുത്. ഇപ്പൊ എന്റെ പിള്ളേരുടെ കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും മുന്നോട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ പിള്ളേരെ എങ്ങനെ വളർത്തും? ഇപ്പം അവൻ ഹിന്ദു ആയിട്ട് വളർത്തുന്നത്, ഞാൻ ക്രിസ്ത്യനാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്, അത് ഇങ്ങനല്ല അങ്ങനെയല്ല, അങ്ങനെ പല 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 ഒപ്പീനിയൻസ് നമുക്ക് വരാം. ഇപ്പം ഞങ്ങൾ ആദ്യമേ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് മ്യൂച്വലായിട്ട് ഞങ്ങൾ എടുത്ത തീരുമാനമാണ് നോ കാസ്റ്റ് നോ റിലീജിയനിൽ പിള്ളേരെ വളർത്തുക. പക്ഷേ നമ്മൾ ആദ്യം അറിയാവുന്ന ആദ്യയുടെ കാര്യങ്ങൾ എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടും പറഞ്ഞു കൊടുക്കുക. അതിൽ കുഞ്ഞുങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ല അതുമില്ല. ചിലപ്പോൾ ഇവർ ഇതൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവർ ഒന്നും അതിപ്പം എന്തായി തീരും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്കാണെങ്കിൽ പോലും പറയും, ചിലപ്പോൾ ഞാൻ ഹിന്ദുവാണ് അപ്പം ഞാൻ ഈ വിളക്ക് കൊടുത്തു അമ്പലത്തിൽ പോയി, ഇതല്ലാതെ എനിക്ക് ഇതിൽ വലിയ കൂടുതൽ അറിയത്തില്ല. ഇപ്പം ഇന്ന് രാവിലെ ഇവൻ എൻ്റെ കൂടെ, ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഇവൻ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്ന് അവൻ എണീറ്റു. അവൻ ലിറ്ററലി ആ സമയത്ത് എണീറ്റപ്പോൾ അവൻ പറഞ്ഞു അവനും ദാദാരോടെ വരുന്നു എന്ന് പറഞ്ഞ് അവൻ വന്നു. അവൻ അറിയത്ത് പോലും ഇല്ല അമ്പലത്തിനകത്ത് അവിടെ ചെന്നിട്ട് എന്നോട് ചോദിച്ചത് എന്തോ സംഭവം. ഞാൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഹൗസാണെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു കൊടുക്കുന്നത്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നാളെ ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ തമാശയ്ക്കാണെങ്കിൽ പോലും പറയും ഞാൻ ഹിന്ദു ഇവൾ ക്രിസ്ത്യൻ, ചിലപ്പോൾ നാളെ ഇവൻ മുസ്ലിം ആയിരിക്കും ആവുന്നത്, പറയാൻ പറ്റത്തില്ല. ഇവൻ മുസ്ലിമും അവൻ വല്ല വേറെ എന്തെങ്കിലും സാധനമായിരിക്കും ആവുന്നത്. അല്ല ഇതൊന്നും അല്ലെങ്കിൽ ഈ പിള്ളേർ ചിലപ്പോൾ നോ കാസ്റ്റ് നോ റിലീജിയൻ ആയിട്ട്. ഇപ്പം നമ്മൾ ഒരാൾക്ക് നമുക്കിപ്പം ഞങ്ങളുടെ സിറ്റുവേഷനിൽ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റിലെ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് അത് വേറൊരു സിറ്റുവേഷനാണ്. ഇപ്പം ഞങ്ങളുടെ സിറ്റുവേഷന് നമുക്ക് കുറേ ബൗണ്ടറീസ് ഉണ്ട്. ഇപ്പം എനിക്ക് ചിലപ്പം ഇങ്ങനെ വളർത്താൻ വെച്ചാൽ എൻ്റെ രീതിയിൽ വളർത്താൻ അങ്ങനായിട്ട് പറ്റത്തില്ല, ആദ്യക്കാണെങ്കിലും അങ്ങനെയാണെങ്കിലും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എടുത്തൊരു മ്യൂച്വൽ ഡിസിഷനാണിത്. പക്ഷേ നമ്മൾ അവരെ അങ്ങ് ഫോഴ്സ്ഫുള്ളി ഇത് പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ വലുതാകുമ്പോൾ അവർക്ക് അതിനോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ടാകും. അപ്പൊ അവര് സ്വതവേ കണ്ടുപിടിച്ച് അപ്പൊ അവർക്ക് എന്താണ് പീസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവര് സെലക്ട് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞങ്ങളുടെ ഡിസിഷനാണ്. ആസ് എ പേരൻസ് ആദ്യയുടെ എന്റെയും ഡിസിഷനാണ് പിള്ളേർ എങ്ങനെ പോണേ, എന്ത് ചെയ്യണം എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് ഞാനാണെങ്കിലും ഇവക്കാണെങ്കിലും നമുക്കൊന്നും നമ്മുടെ കാസ്റ്റ് റിലീജിയനോ സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പം എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നോ കാസ്റ്റ് നോ റിലീജിയനൊക്കെ ചൂസ് ചെയ്തേനെ, അന്ന് അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ. എൻ്റെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി അല്ല എന്നുള്ളതല്ല, ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ആയത് കൊണ്ട് ഇന്നൊരു ഐഡന്റിറ്റി വേണം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് എനിക്ക് ആക്ച്വലി ഇല്ല. ഈ പിള്ളേരാണെങ്കിലും അങ്ങനെ വളരണമെന്നോ എനിക്ക് ഒരു ആഗ്രഹമില്ല. അവർ ചിന്തിക്കണം, അവർ തീരുമാനിക്കണം. എനിക്ക് ഇന്നതായാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ആവണ്ട, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പിള്ളേർ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ദാദാ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ അടുത്ത് ഒരു 10-18 ഈ പറഞ്ഞ കണക്ക് വയസ്സാകുമ്പോൾ ചോദിക്കുക, നിനക്ക് എന്തോ ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ, മുസ്ലിം ആണോ, അതെ വേറെ എന്നാലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ ആക്ച്വലി എൻ്റെ അടുത്ത് പറയണോ, ഇവനും മറ്റവനും എൻ്റെ അടുത്ത് പറയണമെന്ന് ആഗ്രഹമുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാ മതവും ഞങ്ങൾക്ക് ഒന്നുപോലെ ആണെന്ന് പറയുന്നതിൻ്റെ അന്ന് എന്നെ സംബന്ധിച്ച് ഈ മതം എന്നുള്ളൊരു വേർതിരിവ് തന്നെ ആൾക്കാരായിട്ട് ഉണ്ടാക്കിയതാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ജനിച്ച് വന്ന് ഓരോരുത്തർ കണ്ട സാഹചര്യത്തിൽ അവർ ആ വിശ്വാസങ്ങൾ അത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ മതം എന്ന് വിളിക്കത്തില്ല, അങ്ങനൊരു സംഭവം ഇല്ല. ആക്ച്വലി മതം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അത് പലരും പല രീതിയിൽ ഇതാക്കിയതാണ്. പിന്നെ വിശ്വാസങ്ങൾ അത് അവർക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് വിലപ്പെട്ടതാണ്. ഇപ്പം എൻ്റെത് എനിക്ക് ഭയങ്കര വിലപ്പെട്ടാണ്. അതിലെനിക്ക് മുന്നോട്ട് പിന്നോട്ട് എനിക്കൊന്നും ചിന്തിക്കാനായിട്ടില്ല. എനിക്ക് വിലപ്പെട്ടതല്ല. ആദിക്കെന്ന് പറഞ്ഞാൽ അവനത് ഉണ്ട്. പക്ഷെ അവന് യൂഷ്വലി എല്ലാരെയും ഒന്ന് മനുഷ്യരെ കാണുക, അങ്ങനത്തെ ചിന്താഗതി വേറൊരു ഡിഫറെന്റ് ആ ഒരു കാര്യത്തിൽ ഐഡിയോളജി വേറെ പറഞ്ഞ ടെൻഷൻ വരും. ഇപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ അത്ര നല്ലൊരു സാറ്റിസ്ഫൈങ് മൂഡിലല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒന്ന് അമ്പലത്തിൽ പോവാം, ഒന്ന് റിഫ്രഷ് ആവുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അമ്പലത്തിൽ പോയി. അങ്ങനെ ഞാനൊരു റിബലോ അല്ലെങ്കിൽ മറ്റെന്തോ ഏത്തിസ്റ്റോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇതാണ് എനിക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സങ്കടം എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അമ്പലത്തിലൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. അതിപ്പോൾ ഇന്നതൊന്നൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ പള്ളിയാണ് അടുത്തുള്ളെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, എന്നാലും പറയും കർത്താവെ രക്ഷിക്കണേ, താങ്ക് യു, രക്ഷിച്ചേരും, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരും. അപ്പം ഞാൻ ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആക്ച്വലി പറയുന്നത്. നിങ്ങൾ എപ്പോഴും നമുക്ക് ഇന്നത്തെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും
രണ്ടുപേര് പ്രേമിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലാക്കി മറ്റേ ചങ്കയ മത്തങ്ങ എന്ന് പറഞ്ഞ് ജീവിക്കാൻ പോസിബിൾ അല്ല. അതൊന്നും പോസിബിൾ അല്ല. അതൊക്കെ ആദ്യത്തെ കുറച്ച് നാള് ചിലപ്പം പോസിബിൾ, ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന ആ ടൈമിൽ പോസിബിൾ ആണ്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഉടക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ടേക്ക് ഓവർ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയാണ്. അപ്പം ഞങ്ങളുടെ രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ചിലപ്പോൾ ഒരു കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ്, ഞാനും അവളും കണ്ടുപിടിച്ച് ഞങ്ങളുടെ മാരിറ്റൽ ലൈഫ് എന്നുള്ള സൊല്യൂഷൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയ കാണും. പിന്നെ ഇതാണ് അത് കണ്ടുപിടിക്കുക. അല്ലാതെ അടിച്ച് പിരിയുന്ന, പ്രേമിച്ച് കെട്ടിയിട്ട് അടിച്ച് പിരിയുന്നവരെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരം നിങ്ങളുടെ അടുത്തല്ല അത് കാണിക്കുന്നത്, നിങ്ങളെ വീട്ടുകാരുടെ അടുത്താണ് കാണിക്കുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും യുദ്ധം ഉണ്ടാക്കി മറ്റേ വെറുപ്പിച്ച് അവരുടെ മൊത്തം മൈൻഡും കളഞ്ഞ് അവരെ അങ്ങ് തറ പറ്റിച്ച് നമ്മൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ അടിയും വഴക്കും. നമ്മൾ വിചാരിക്കും അടിയും വഴക്കുമായിട്ട് വീട്ടിൽ ചെന്നാൽ എന്റെ വീട്ടുകാരങ്ങ് എടുത്തോളും, ടേക്ക് ഓവർ ചെയ്തോളും. ചിലപ്പോ പക്ഷെ വേറെ പേരൻസ് ആണ് അവർ ചിലപ്പോ തിരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ അവർക്ക് ഒരു മുറിവ് നമ്മൾ ഒരിക്കൽ കൊടുത്തിട്ട് പിന്നീട് ഒരു നാണോ ഇല്ലാതെ നമ്മൾ തിരിച്ചു ചെല്ലുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമോശം തന്നെയാണ്. പക്ഷെ വേറൊരു കേസിൽ ഇപ്പൊ ഒരു വലിയൊരു വേറൊരു ഹറാസ്മെന്റ് രീതിയിലൊക്കെ ആരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. അവർ തിരിച്ച് പേരൻസിന്റെ അടുത്ത് അവർക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പേരൻസിന്റെ അടുത്ത് പോകാം. അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് അതൊരു വേറൊരു പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ അതിനെ എപ്പോഴും മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പ്രതീക്ഷ ആദ്യമേ കൈവിടാനാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ജനറേഷനാണോ ഇനി ഇങ്ങനൊരു പ്രശ്നം ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഈ നമുക്ക് എന്ത് പറ്റിയാലും നമ്മളെ വീട്ടുകാർ നമ്മളെ കൂടെ കാണും, എല്ലാവരും കാണും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം പോട്ടെ 5 വർഷം. ഈ 5 വർഷം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവരെ കൂടെ പോയി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർ തന്നെ ആലോചിക്കും, ഇതിപ്പോൾ ഒരു അത്യാവശ്യത്തിന് പുറത്തു പോകാൻ വയ്യല്ലോ, ഇത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിച്ചു പോകും. മനുഷ്യരല്ലേ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കാണ്, ഇവള് പറഞ്ഞ കണക്ക് ഹരാസ്മെന്റ് അങ്ങനത്തെ സീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയുക. അത് വേറെ സിനേറിയോ ആണ്, അത് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈഗോ. ഫാമിലി ലൈഫിൽ ഈഗോ പാടില്ല. ഞാനാണ് വലുത്, ഞാനാണ് ചെറുത്. ഇപ്പൊ ശരിയാണ്, നമ്മുടെ ഒരു വീട്ടിലെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹസ്ബൻഡ്, ഒരു ആണായിരിക്കും. പക്ഷെ ഇപ്പത്തെ തലമുറയിൽ അങ്ങനെ ഇല്ല. രണ്ടുപേരും വർക്കിംഗ് ആണ്, രണ്ടുപേരും അത് ഫിനാൻഷ്യലി അത് അവര് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് കാണേണ്ടത്. അതായത് ഞാൻ പറയുന്നത് തന്നെ നടക്കണം, ഞാൻ പറഞ്ഞത് നീ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇല്ല. ഇപ്പൊ ചിലരടുത്ത് നമ്മൾ കാണുന്നതാണ്, ഇപ്പൊ ഹസ്ബൻഡ് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈഫ് സൈലന്റ് ആയേ പറ്റുള്ളൂ. അതിന്റെ ഒരു എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ അവർക്കും ചിലപ്പോൾ പറയാൻ കാണും, നമുക്കും ചിലപ്പോൾ പറയാൻ കാണും. അത് രണ്ടുപേരും പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാര്യം എന്നും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും വിളിച്ച് തള്ളയ്ക്കും വിളിച്ച് പോകാനല്ല, അതൊന്നും പാടില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും രണ്ടുപേരുടെ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക, ഒരാളുടെ സൈഡ് മാത്രം നമ്മൾ കേട്ടോണ്ടിരിക്കാതെ. ഇപ്പൊ ആദ്യം സംസാരിക്കുമ്പോ ആദ്യയുടെ സൈഡ് ഞാൻ കേൾക്കും, ഞാൻ സംസാരിക്കുമ്പോ എന്റെ സൈഡ് ആദ്യം കേൾക്കും. അങ്ങനാണെങ്കിൽ ഓക്കെ. ഇത് ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മറ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആരാണെങ്കിലും അവര് ഡൗൺ ആയിപ്പോ. അവര് പിന്നെ ശരിക്കും പറഞ്ഞാല് ഇനി റിയാക്ട് ചെയ്യേണ്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോ. പിന്നെ നമുക്ക് ആ ഇമോഷൻ ആൾ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് തന്നെ വരില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും ഇത് പബ്ലിക്കായിട്ടാണ് ഈ വീഡിയോ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ചെവിയിലൊക്കെ എത്തും ഇത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം ഇപ്പം ഈ ഒരു വീഡിയോയിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഞങ്ങളുടെ മാരേജ് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ വെച്ചാണ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ പേരൻസ് ആണ് നടത്തിയത്, എൻ്റെ പേരൻസ് ഇതിനെല്ലാം സപ്പോർട്ടായിരുന്നു എന്നും പറഞ്ഞ് കുറേ പേര് ശരിക്കും പറഞ്ഞാൽ കുറേ കുറെയൊക്കെ സംസാര വിഷയങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യമില്ല, വീട്ടുകാരാണ് ആക്ച്വലി നമ്മുടെ കല്യാണം ലിറ്ററലി നടത്തി തരുന്നത്. അപ്പൊ എനിക്ക് അതെനിക്ക് ഇന്നും എനിക്ക് പറഞ്ഞ ആൾക്കാരെയൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആരുടെയും ഒന്നിനും നമുക്ക് വിളിച്ചോണ്ടിരിക്കാനോ പുറകെ പോകാനോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു താല്പര്യമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ പേരൻസും എൻ്റെ ഫാമിലി, ആദ്യയുടെ ഫാമിലി, ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് വീണ്ടും ഇങ്ങനെ ഒരു കനൽ ഇട്ട് തരുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേദനിപ്പിക്കണം എന്ന് ചിന്തിച്ചല്ല, അവർക്കിതിലൊരു
സുഖം, ഒരു സാഡിസ്റ്റ് സാഡിസ്റ്റ് മെന്റാലിറ്റി. അതാണ് ഒരു ഭയങ്കര വിനോദമാണ്. അവരെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ച് അവര് വിഷമിപ്പിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ അതൊന്നും ചെയ്യരുത്. ഇതൊക്കെ നിങ്ങളൊക്കെ ഈ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എത്ര എന്താ പറയാ ക്ലീശയാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. പിന്നെ ഇനി ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കൊന്നുമില്ല, അത് വേറൊരു കാര്യം. എന്താ വേണ്ട. എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ തന്നെ ഉറക്കം എണീറ്റ് കരച്ചിലൊക്കെ ആയിട്ട് ഇച്ചിരി ഇരിക്കുക. ഞങ്ങള് ഇനി പിന്നെ വരാം അല്ലേ? വച്ചോടാ. സോ ബൈ ഗൈസ്. ബൈ 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 അടുത്ത ബൈ. വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതെ. Bye. എന്ത് പറ്റി?